മാളയിലെ 6 വയസ്സുകാരനെ പീഡിപ്പിച്ച ശേഷം കുളത്തിൽ മുക്കി താഴ്ത്തി കൊന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുടെ ഭാര്യയും 2 മക്കളും 2 കുട്ടികളുമായിട്ട് അവിടെ താമസമാണ്. ആ കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ മാസം നാട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോയതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കുട്ടിയെ വൈകിട്ട് കാണാനില്ല. അമ്മയും അയൽവക്കംകാരും ഒക്കെ ആ കുട്ടിയെ പരിസരം മുഴുവൻ നോക്കി വെപ്രാളപ്പെട്ട് ഓടി പോലീസിനെ അറിയിച്ചു. വീടിൻ്റെ മുമ്പിൽ ഒരു CCTV ദൃശ്യത്തിൽ ജോജോ എന്ന ഒരു 19കാരൻ്റെ ഒപ്പം കുട്ടി നീങ്ങുന്നത് കണ്ടു. ജോജോ സംശയമായി. ജോജോ വിളിച്ചുകൊണ്ട് പോയി അതിനെ പീഡിപ്പിച്ചു. കുട്ടി വീട്ടിൽ പറയുമെന്ന് പറഞ്ഞു. അതോടുകൂടി ആ കുട്ടിയെ ആ കുളത്തിലേക്ക് ജോജോ തള്ളിയിട്ടു. കുളത്തിൽ വീണ കുട്ടി പൊങ്ങി വന്നു. കരയെ പിടിച്ച് കയറാൻ ശ്രമിച്ചപ്പം ഇയാൾ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയ കുട്ടിയെ വെള്ളത്തിൽ ഇട്ടു കൊന്നു. അതിനുശേഷം അയാൾ അവിടുന്ന് മടങ്ങി. കുട്ടിയെ പീഡിപ്പിച്ച ഇയാൾ ആ വിവരം നാട്ടിലും വീട്ടിലും അറിയും എന്നൊക്കെ കരുതിയപ്പം ആ കുട്ടിയെ കൊന്നുകളയാണ് ഉണ്ടായത്. ഏതായാലും പോലീസും നാട്ടുകാരും ഇവനെ പിടിച്ചു വെച്ചു. ഇവന് ചില മാനസിക രോഗം ഉണ്ടെന്നൊക്കെ വെറുതെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു വരുത്തി. ഇയാൾ ജോലിക്ക് പോകുന്ന ആളാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്. കുട്ടിയെ ആയിട്ട് വീടിന് മുൻവശത്ത് നടന്നു പോകുന്നത് കണ്ടു. CCTV ദൃശ്യത്തിലുണ്ട്. ഏതായാലും പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ചാമ്പങ്ങ പറിച്ചു കൊടുക്കാം. 6 വയസ്സുള്ള കൊച്ചാണ്. ചാമ്പങ്ങ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ പഴുത്ത സമയം കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് ഈ കുട്ടി അയാൾ വിളിച്ചെടുത്ത് കുട്ടി അങ്ങ് പോയി. ചാമ്പങ്ങ പറിച്ചു കൊടുത്തോ ഇല്ലെന്ന് അറിയില്ല. കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അതിനുശേഷം കുട്ടി വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതോടുകൂടി അയാളുടെ മട്ടുമാറി കുട്ടിയെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതോടുകൂടി കുട്ടി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ വീണ്ടും ഇയാൾ കാലുകൊണ്ട് ചവിട്ടി കുട്ടിയെ കുളത്തിലേക്ക് താഴ്ത്തി. ഏതായാലും ഈ വിവരം അറിഞ്ഞ ഉടനെ നാട്ടുകാരും പോലീസും എല്ലാം വന്ന് കുളം തപ്പി. അരമണിക്കൂറിനുള്ളിൽ കുട്ടിയെ കുളത്തിൽ നിന്ന് വെളിയിലെടുത്തു. കുട്ടി മരിച്ചിരിക്കുന്നു. ഏതായാലും കുട്ടിയെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ഇന്ന് അയച്ചിരിക്കുകയാണ്. ആ കുളത്തിലെ സാമ്പിൾ വെള്ളം പോലീസ് കളക്ട് ചെയ്ത് ഫോറൻസിക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടിയുടെ വയറ്റിൽ വെള്ളം കുടിച്ച് മരിച്ച കുട്ടിയുടെ വയറ്റിൽ ആ കുളത്തിലെ ജലവും ആ കുളത്തിലുള്ള പായലും ഒക്കെ ഉള്ളിപ്പോയിട്ടുണ്ടാവും. അത് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് കുളത്തിൽ വെച്ചാണ് മരിച്ചതെന്ന് സ്ഥാപിക്കാനായിട്ട് കുളത്തിലെ ജലവും സാമ്പിളായിട്ട് ഫോറൻസിക് ലാബിൽ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും CCTV ദൃശ്യമാണ് കുട്ടി ആ കുളത്തിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. എന്തായാലും ഇയാൾ ചാമ്പങ്ങ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ച് ഇയാളുടെ ഒപ്പം പോയി. പിന്നീട് ഇയാളെ കണ്ടിട്ടില്ല. കുളത്തിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായപ്പം ഇയാളെ കാണാതെ വന്നപ്പോൾ ആൾക്കാർ നോക്കിയപ്പം അതിൻ്റെ അടുത്തുള്ള ഒരു വലിയ ജാതി മരത്തിൻ്റെ മുകളിൽ കയറി ഇയാൾ ഒളിച്ചിരിപ്പുണ്ട്. ഇയാൾ അവിടുന്ന് പിടിച്ചിറക്കി. ഏതായാലും രാത്രി 8:30 കിട്ടി. പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇയാൾ കുറ്റം സമ്മതിച്ചു. ജോജോ 19 വയസ്സുകാരനാണ്. സമീപത്ത് താമസിക്കുന്നവനാണ്. ജോലിക്കൊക്കെ പോകുന്നവനാണ്. അയാൾ അല്പസ്വല്പം മാനസിക രോഗം ഉണ്ട് എന്ന് പറയുന്നതിൽ വിലപ്പോവില്ല. കാരണം ജോലിയെല്ലാം ലൈറ്റ് ആൻഡ് സൗണ്ട് ആ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നയാളാണ്. അതിന് നല്ല ബുദ്ധി വേണം. അപ്പോൾ അതിന് പോകുന്ന വ്യക്തിയും മറ്റു പണികൾക്കൊക്കെ പോകുന്ന വ്യക്തിയും. പക്ഷേ ഇയാൾ ഒരു ഹോമോസെക്ഷൽ ആണ്. അതുകൊണ്ടാണ് ഈ കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചതും അവസാനം അത് വെളിയിലാകുകയും എന്നറിഞ്ഞപ്പം ഇയാൾ ആ കുട്ടിയെ കൊന്നു കളഞ്ഞത്. ഏതായാലും ജാതിമരത്തിൻ്റെ മുകളിൽ നിന്ന് ഇയാളെ പോലീസ് വന്ന് ഇറക്കി. അതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്തു. ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കുട്ടി ഈ കുളത്തിൽ തള്ളിയിട്ട് കഴിഞ്ഞപ്പം ആ കുട്ടി വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നു. കരക്കട പിടിച്ച് കയറാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ വീണ്ടും ചവിട്ടിക്കൊന്നെന്നാണ് അയാളുടെ മൊഴി. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടത്തിൽ
കൃത്യമായിട്ട് ആ കുട്ടി വെള്ളം കുടിച്ചാണോ ഇല്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതോ മറ്റു രീതിയിൽ ഇയാൾ കൊന്നിട്ടതാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാനൊക്കെയുള്ളൂ. ത്രോട്ടലിങ്ങോ അല്ലെ മറ്റു രീതിയിലുള്ള പീഡനം ആ കുട്ടിക്കുണ്ടായോ, ശ്വാസം മുട്ടി കൊന്നത് വെള്ളം ഉള്ളിച്ചെന്നുകൊണ്ടാണോ അതോ അയാൾ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ല നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികൾ മാത്രമല്ല ഇതുപോലെ ഇരയാകുന്നത്, ആൺകുട്ടികളും ഈ പീഡനത്തിന് വിധേയമാകുന്നുണ്ട്. അതിക്രൂരമായി ഇയാളെ പീഡിപ്പിച്ചു എന്നാണ് ഇപ്പം കിട്ടുന്ന വാർത്തകൾ. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ. കുട്ടിക്ക് നീന്തറിയാമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. കുട്ടി വെള്ളത്തിൽ തള്ളിയിട്ട ശേഷം പൊങ്ങി വന്നെന്ന് പറയുന്നു. അത് സ്വാഭാവികമായിട്ട് പൊങ്ങി വന്നതാണോ അതോ പുള്ളിക്ക് അല്പസ്വല്പം നീന്തൽ വശമുണ്ടോ? അങ്ങനെയെങ്കിൽ പൊങ്ങി വന്ന കുട്ടിയുടെ മുഖത്തും തലയിലും ചവിട്ടി താഴ്ത്തിയ ഇയാൾ എന്നാണ് പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴി. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും.